നല്ല ക്ലിയർ ആണ് വെള്ളം. പിന്നെ കളർ അത്ര പോരായിരുന്നു, ചെമ്പാരത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളം ക്ലിയർ ആണ്. സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിത് വീണ്ടും കുത്തിയോട് എത്തിക്കേണ്ട. കുത്തിയോട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈറ്റിനെ കുറിച്ചിട്ട്. കഴിഞ്ഞ നമ്മളൊരു പ്യൂരിഫയറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈറ്റിൽ തന്നെ നമ്മൾ എത്തിക്കണം. അപ്പോൾ അതിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു വെസൽ ഫിൽട്രേഷന്റെ കൂടി ആവശ്യത്തിനാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട്, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കണം കേട്ടോ. അപ്പോൾ അത് മേലെ നമ്മൾ എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. 13ന്റെ വെസലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലംബിങ്ങിന്റെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി മെറ്റീരിയൽ നിറച്ച് നമ്മൾ ലൈൻ ലൂപ്പ് ചെയ്ത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതിന്റെ വിശേഷമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്യൂരിഫയറിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ ഓവർ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. കൂടുതൽ വലിച്ചു വിടണില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ചുരുക്കിയാണ്. കാരണം നമ്മുടെ ഒരുപാട് വീഡിയോസ് വെസൽ ഫിൽട്രേഷൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് ബാക്കിലോട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ആവർത്തന വിരസത വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചുരുക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ബൈ. അപ്പോൾ ഞാൻ നിങ്ങൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന പ്ലംബിങ്ങിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പ്ലംബിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ നേരത്തെ ഇവിടെ പ്ലംബിങ്ങിൻ്റെ ചെയ്യാൻ കാരണം 1.25 ലൈനായിരുന്നു മേലെ നിന്ന് ഇറങ്ങി വന്നേച്ചത്. അപ്പോൾ ആ ഒരു പ്രഷറിന്റെ ഒരു ബുദ്ധിമുട്ട് 1.25 ലൈനമ്മ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ 1.25 മാറ്റിയിട്ട് 1.5 ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരെ ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഗ്രാവിറ്റി ഫിൽട്രേഷന് ഒതുങ്ങുന്ന രീതിയിലുള്ള പൈപ്പ് ലൈനിന്റെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിലേക്ക് പിടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് കഴിഞ്ഞുട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഫില്ലിങ്ങും പ്ലംബിങ്ങിന്റെ വർക്ക് എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്. നമ്മൾ ഇതിനിടയ്ക്ക് ബാക്ക് വാഷും ചെയ്തായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ബാക്ക് വാഷും ചെയ്തപ്പോൾ നോർമലൈസ് ചെയ്തേക്കാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നത്, നമ്മൾ ഇതേ സെയിം വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ അതേമാതിരി തന്നെയുള്ളൊരു വർക്കാണ്. അതിന്റെ പേരിൽ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി കാണിക്കാറുള്ളത്. അപ്പൊ സംഭവം ഞാൻ ഇതിന്റെ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്വാളിറ്റി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ വെസൽ വെച്ചിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ സിസ്റ്റം നമ്മൾ നോർമലൈസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമറോട് ചോദിച്ചു നോക്കും അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. അവരില്ല, താഴത്താണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾ റോ വാട്ടറും കൂടി ഒന്ന് കാണിച്ചു തരാം. വെല്ലിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ കിണറിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓൾറെഡി അയൺ ഫോംഡ് ആണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ സൈഡിലൊക്കെ പിടിച്ചിരിക്കണ്ട അയൺ. മേലെ കണ്ടാൽ മനസ്സിലാവും. മേലെ ലെയർ ബൈ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ ഇത്രയും അഴുക്കുണ്ട് നമുക്ക് ഈ ഒരു കളർ കണ്ടോ. ഇതാണ് വെള്ളിന്റെ അവസ്ഥ. അപ്പൊ കൂടാതെ നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കസ്റ്റമറോട് ഉണ്ട് മിസ്റ്റർ ജിസ്, അവിടെ തന്നെ ചോദിക്കാം നമുക്ക് ഈ വർക്ക് എത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, എന്തായിരുന്നു വെള്ളത്തിന്റെ ക്വാളിറ്റി, ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാം. അവിടെ ഉണ്ട്. ഒന്ന് നോക്കിയിട്ടേ നമ്മുടെ വർക്ക് കഴിഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒന്ന് ക്വാളിറ്റി ഒന്ന് നോക്കിയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറയണം എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി, ഇഷ്ടപ്പെട്ടോ വർക്ക്. അപ്പൊ നമ്മുടെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് സാമ്പിൾ പറഞ്ഞ എടുത്ത് നോക്കിയിട്ട് എന്താണെന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരോട് തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ എടുത്ത് തന്നെ ഞാൻ തുറന്നുതരാം. ഇദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതനായിരിക്കുള്ളൂ, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം തന്നെയായിരുന്നു റിവ്യൂ വന്നത് നമുക്ക് പ്യൂരിഫയറിന്റെ. അപ്പൊ നല്ല ക്ലിയർ ആണ് വെള്ളം. പിന്നെ കളർ അത്ര പോരായിരുന്നു, ചെമ്പാരത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളം ക്ലിയർ ആണ്. സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കണില്ല. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്, അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വർക്ക് വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.